ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ബ്യൂട്ടിഫുള്ളായ ഒരു പുസ്തകത്തിൻ്റെ റിവ്യൂ ആണ് കാണാൻ പോകുന്നത്. ചില പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്ത് അതിലെ ചില വരികളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ഒരു അനുഭവം, ഈ ഒരു സിറ്റുവേഷനിൽ കൂടി ഞാനും കടന്നു പോയിട്ടുണ്ടല്ലോ എന്നൊരു ഫീല് തോന്നും. അതേപോലെ തന്നെ ആ പുസ്തകത്തിലെ ചില വരികളിലെ തമാശകൾ നമ്മൾ വീണ്ടും വീണ്ടും അത് ഓർത്ത് ചിരിക്കും. അതുപോലെ തന്നെ ചില വരികളിലുള്ള സങ്കടങ്ങൾ നമ്മളെ കൂടുതൽ വേദനിപ്പിക്കും. വീണ്ടും വീണ്ടും അത് തന്നെ നമ്മൾ ഓർത്തു പോകും. ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന ഈ ഒരു പുസ്തകം വായിച്ചപ്പോഴും എനിക്ക് അങ്ങനെയുള്ള ഒരു നല്ല ഫീലാണ്, മധുരമായ ഓർമ്മകളാണ് എനിക്കും ഉണ്ടായത്. നഗ്നനേത്രത്തിൻ കാണാപ്പുറങ്ങൾ. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ശ്രീമതി ജയശ്രീ രാമചന്ദ്രനാണ്. 30 ഷോർട്ട് സ്റ്റോറീസിന്റെ രസകരമായ ഒരു കളക്ഷനാണ്. നിങ്ങൾ വായനയിൽ ഒരു തുടക്കക്കാരാണ്, നിങ്ങളൊരു ഫസ്റ്റ് ടൈം റീഡറാണ്, അതേപോലെ തന്നെ ഒരു ഈസി റീഡാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ പുസ്തകം ഒരു ഐഡിയൽ ചോയ്സ് ആണ്. നഗ്നനേത്രത്തിൻ കാണാപ്പുറങ്ങൾ. ഈ പുസ്തകത്തിന്റെ പേര് തന്നെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. പുസ്തകത്തിന്റെ ആമുഖത്തിൽ ശ്രീമതി ജയശ്രീ രാമചന്ദ്രൻ പറയുന്ന വാക്കുകൾ നമുക്ക് നോക്കാം. എപ്പോഴെല്ലാമോ കണ്ട കാഴ്ചകൾ, അത് മനസ്സിലേക്കിട്ട് തന്ന നുറുങ്ങ് ചിന്തകൾ, അവ പുസ്തകത്താളുകളിലേക്ക് പകർത്തുമ്പോൾ എന്ത് പേരിട്ട് വിളിക്കണം എന്ന് പോലും അറിയില്ലായിരുന്നു. എല്ലാം ഒരു നൂലിൽ കോർത്ത് നഗ്നനേത്രത്തിൻ കാണാപ്പുറങ്ങൾ എന്ന തലക്കെട്ടിനുള്ളിൽ ഒരുമിച്ച് നിർത്തിയപ്പോൾ മനസ്സിൽ ഉളവായ വികാരം എന്തെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പുസ്തകത്തിലെ ആദ്യത്തെ സ്റ്റോറി നാരായണി പ്രാന്തത്തി. റൈറ്റർ അവരുടെ സ്കൂൾ കാലഘട്ടത്തിൽ പേടിയോടെ കണ്ടിരുന്നൊരു ക്യാരക്ടർ. കണ്ടാൽ തന്നെ പേടി തോന്നിപ്പിക്കുന്ന ഒരു രൂപമായിരുന്നു അവരുടേത്. പക്ഷെ എങ്കിലും അവർ ആരെയും ഉപദ്രവിച്ചതായോ ഭയപ്പെടുത്തിയതായോ കേട്ടിട്ടില്ലെന്ന് ഓഥർ പറയുന്നു. നാരായണിയുടെ കഥ റൈറ്റർക്കും കൂട്ടുകാർക്കും ദേവയാനി ചേച്ചി വഴി അറിയുന്നു. ഏതോ നാട്ടിൽ നിന്ന് ഇവിടേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണത്രേ നാരായണിയെ. അവർക്കൊരു കുഞ്ഞു ജനിച്ചു. കുറച്ചു കാലം കഴിഞ്ഞ് എന്തോ ഒരു അസുഖം വന്ന് കുഞ്ഞ് മരിച്ചു പോകുന്നു. കുഞ്ഞിന്റെ വേർപാട് താങ്ങാനാകാതെ അവരുടെ മാനസിക നില തെറ്റുന്നു. അങ്ങനെ നാരായണിയെ ഭർത്താവിനും വീട്ടുകാർക്കും വേണ്ടതാവുന്നു. ഒരു ദിവസം ഒരു ഭാണ്ഡത്തിൽ എന്തൊക്കെയോ വാരി നിറച്ച് അവർ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന വഴി അമ്മിക്കുഴ കണ്ട് അത് സ്വന്തം കുഞ്ഞിനെ എന്ന പോലെ ഭാണ്ഡത്തിൽ സൂക്ഷിക്കുന്നു. അതുകൊണ്ടാണത്രേ അവർ ഒരിക്കലും ഭാണ്ഡം താഴെ വെക്കാത്തത്. അങ്ങനെ ഈ കഥയുടെ അവസാന ഭാഗം. ഭക്ഷണം കഴിച്ചിരുന്ന വീട്ടിൽ രാത്രി ഉറങ്ങാൻ കിടന്നിരുന്ന നാരായണി പിറ്റേന്ന് എഴുന്നേറ്റില്ലത്രേ. അവരുടെ ഭാണ്ഡം അഴിച്ചു നോക്കിയപ്പോൾ അതിൽ നിറയെ കുഞ്ഞിന്റെ ഉടുപ്പുകളും കളിക്കോപ്പുകളും നിറം മങ്ങിയ സ്വന്തം കുഞ്ഞിന്റെ ഫോട്ടോയുമായിരുന്നു. നമ്മളിപ്പോൾ വായിച്ച ആദ്യത്തെ സ്റ്റോറി എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ പുസ്തകത്തിന്റെ ഓഥർ എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ വരികളിലെല്ലാം അവർക്കുണ്ടായ ഭയമായിരുന്നു. കുട്ടിക്കാലത്ത് നാരായണി പ്രാന്തത്തിയെ കാണുമ്പോൾ അവർക്കുണ്ടായിരുന്ന ഭയമായിരുന്നു ഈ വരികളിലെല്ലാം നമ്മൾ കണ്ടത്. പിന്നീട് നാരായണിയെ മനസ്സിലായതിനു ശേഷം അവരോടുള്ള ഭയം മാറി കൂടുതൽ സ്നേഹവും കരുണയും അതേപോലെ തന്നെ ദയയും എല്ലാം ആ ഓഥർക്ക് ഉണ്ടാവുന്നു. മാത്രമല്ല നമ്മൾ വായനക്കാരിലും അതേ ഇമോഷൻസ് ജനിപ്പിക്കാൻ ഈ ഓഥറിന് സാധിച്ചിട്ടുണ്ട്. നാരായണി പ്രാന്തത്തെ എന്ന ആദ്യത്തെ ഷോർട്ട് സ്റ്റോറി കഴിഞ്ഞ് തിരിഞ്ഞു നോട്ടം, പറക്കാൻ പഠിക്കട്ടെ, സ്വാതന്ത്ര്യം, അങ്ങനെ അടുത്തടുത്ത കഥകളിലേക്ക് അവർ നമ്മളെ കൊണ്ടുപോകുന്നു. സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെയും അവർ അവരുടെ അഭിപ്രായം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുൻപ് പറഞ്ഞതുപോലെ 30 രസകരമായ ഷോർട്ട് സ്റ്റോറീസ് ആണ് ഈ പുസ്തകത്തിലുള്ളത്. ജയശ്രീ മാമിന്റെ ഭാഷയിലുള്ള, അതായത് ഈ പുസ്തകത്തിലെ വരികളിലുള്ള ആ ഒരു സിംപ്ലിസിറ്റി നമുക്ക് എത്ര പെട്ടെന്ന് നമ്മുടെ അടുത്തിരുന്ന് നമുക്കൊരാൾ കഥ പറഞ്ഞു തരുന്ന പോലെയുള്ള ഒരു ഫീലും ഈ പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് കിട്ടി. മാത്രമല്ല ഓരോ സ്റ്റോറി വായിക്കുമ്പോഴും അതിലെ ഓരോ ക്യാരക്ടറിനെയും നമ്മൾ അടുത്ത് മനസ്സിലാക്കിയ പോലെയും അവരുടെ ഇമോഷൻസ് നമ്മൾ അടുത്ത് നിന്നും അറിയുന്ന പോലെയും എനിക്ക് തോന്നി. പൂർണ്ണ പബ്ലിക്കേഷൻസ് ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിന്റെ ബാക്ക് കവറിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കാഴ്ചകളും അനുഭവങ്ങളും കൊണ്ട് വളമിട്ട് വിളയിപ്പിച്ചതാണ് ജയശ്രീ രാമചന്ദ്രന്റെ എഴുത്ത്. അതിൽ നാടൻ ജീവിതത്തിന്റെ തനിമ തളിർത്തു നിൽക്കുന്നു. വെറുതെ കണ്ടു മടങ്ങുന്നതിനു പകരം ഓരോ കാഴ്ചയും അനുഭവവും ഉള്ളിലേക്ക് എടുക്കുകയും അത് എഴുത്തിന്റെ ഉറവയാക്കി പരിവർത്തിപ്പിക്കുകയും ചെയ്യുന്ന മനോഹാരിതയാണ് ഈ കുറിപ്പുകളുടെ മുഖമുദ്ര. ഇതിൽ കലർപ്പില്ല. കാലങ്ങൾക്കും അപ്പുറത്തേക്കും ഈ കാഴ്ചകൾ നമ്മളെ പിന്തുടരും. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ വായനയിൽ ഒരു തുടക്കക്കാരാണെങ്കിൽ, അതുമാത്രമല്ല ഒരു ഈസി റീഡാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ പുസ്തകം ഒരു ഐഡിയൽ ചോയ്സ് ആണ്. നമ്മുടെ അടുത്ത് നിന്ന് ഒരാൾ നമുക്ക് അവരുടെ എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ കഥകളിലൂടെ പറഞ്ഞു തരുന്ന പോലെയാണ് നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന അനുഭവം.